ഹായ് എവരിവൺ. ഇന്നലെ രാത്രി വൈകി നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളെ വിഷമിപ്പിച്ച, വളരെ എഫേർട്ട് എടുത്തൊക്കെ പരീക്ഷ എഴുതിയ എല്ലാവരെയും വേദനിപ്പിച്ച ഒരു അപ്ഡേറ്റ് ആയിരുന്നു NTA UGC നെറ്റ് എക്സാം. ജൂൺ സൈക്കിളിലെ എല്ലാ പരീക്ഷകളും 2 ഷിഫ്റ്റും ക്യാൻസൽ ചെയ്തു എന്നുള്ളത്. ഇതിൻ്റെ പിന്നിലുള്ള റീസൺ എന്താണെന്ന് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. ഇന്നലത്തെ നമ്മുടെ ഷോർട്സ് വീഡിയോ ആണ് പെട്ടെന്ന് നിങ്ങളിലേക്ക് വിവരം എത്തിക്കാനായിട്ട് ചെയ്തത്. അതോടൊപ്പം തന്നെ അടുത്ത പരീക്ഷ എന്ന് ഇതിനിടയിലുള്ള കാലഘട്ടം നിങ്ങൾ എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നിങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും. ആ കാര്യങ്ങൾ സംസാരിക്കാനാണ് ഈ ചെറിയ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്ഡേറ്റുകളൊക്കെ ലഭിക്കാനായിട്ട് ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ ഭാഗത്ത് നിന്നാണ് PIB പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഭാഗത്ത് നിന്ന് നമുക്കൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 10:02 PM എന്നാണ് സമയം കാണിച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് I4C ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ എന്നുള്ള സ്ഥാപനത്തിൽ നിന്നുള്ള അപ്ഡേറ്റുകളുടെ വിവരങ്ങളുടെ ഭാഗമായിട്ട് പരീക്ഷയുടെ ഇന്റഗ്രിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതേ ഉള്ളൂ: ചോദ്യപേപ്പർ ചോർന്നു. ചോദ്യപേപ്പർ പരീക്ഷയ്ക്ക് മുൻപേ വിദ്യാർത്ഥികളുടെ അടുത്തേക്ക് എത്തിച്ചേരുകയും അങ്ങനെ ചോർന്ന ചോദ്യപേപ്പർ ഉപയോഗിച്ചാണ് പരീക്ഷ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആ പരാതികൾക്ക് ഇനി ഇട നൽകാതിരിക്കാൻ വേണ്ടി പരീക്ഷ മുഴുവനായിട്ട് ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്തത്. പക്ഷെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം: 11 ലക്ഷം പേര് അപ്ലൈ ചെയ്ത് 9 ലക്ഷത്തിലധികം, 10 ലക്ഷം എന്ന് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് നിന്ന് പരീക്ഷയ്ക്ക് ഒരു 100 രൂപ ചിലവായി പോയി കഴിഞ്ഞാൽ പോലും 10 കോടിയുടെ നഷ്ടമാണ് വിദ്യാർത്ഥികൾക്ക് വന്നത്. ഓരോ വിദ്യാർത്ഥിക്കും പരീക്ഷ നടത്താൻ ഇൻവിജിലേറ്റേഴ്സും ഈ ക്വസ്റ്റ്യൻ പേപ്പറും അടക്കം 100 രൂപയെങ്കിലും സ്പെൻഡ് ആയാൽ പോലും 10 കോടിയുടെ നഷ്ടമാണ് ഖജനാവിന് വന്നിട്ടുള്ളത്. ഇതിനൊക്കെ ആര് ഉത്തരവാദിത്തം പറയും? CBI അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ, കോൺട്രവേഴ്സി അവിടെ നിൽക്കട്ടെ. ഇതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ശുഭസൂചനകൾ എന്തൊക്കെയാണെന്ന് കൂടി സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാര്യം നമ്മുടെ ജീവിതമാണെങ്കിലും നമ്മുടെ സോഷ്യൽ ലൈഫും പൊളിറ്റിക്കൽ ലൈഫും എല്ലാത്തിലും സർക്കിൾ ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതുപോലെ ലോക്കസ് ഓഫ് കൺട്രോളും ഉണ്ട്. നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലൊക്കെ പഠിക്കുന്നതാണ്. ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളും ഉണ്ട്, എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളും ഉണ്ട്. വിജയികളാവുന്നവർ, നിങ്ങൾ എന്ത് വിശ്വസിക്കാൻ ഇഷ്ടപ്പെട്ടാലും ഇതിൽ എന്ത് പോസിറ്റിവിറ്റിയാണ് സാറേ എന്ന്, എന്ത് തേങ്ങ ഇതിലുള്ളതെന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്ന ഒരാളാണെങ്കിലും, വിജയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, ഞാൻ ഇതുവരെ വന്നതിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ: നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം നമ്മുടെ കയ്യിലാണെന്ന് വിശ്വസിക്കുന്ന ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഉള്ളവർ മാത്രമാണ് മുന്നോട്ട് വരുന്നത്. അല്ലാതെ എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളിൽ ഗവൺമെന്റ് ഇങ്ങനെയാണ്, NTA ഇങ്ങനെയാണ്, അവർ അങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു, അതുകൊണ്ട് എൻ്റെ റെസ്പോൺസ് ഇങ്ങനെയാണ്, എൻ്റെ ജീവിതം ഇങ്ങനായി പോയി എന്ന് പരിഭവിക്കുന്നവര് മുന്നോട്ടേക്ക് എത്താനുള്ള സാധ്യത കുറവാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. പക്ഷെ ഒന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്കി, നമ്മുടെ ജീവിതത്തിന്റെ കൺട്രോൾ നമ്മൾ ഏറ്റെടുത്തില്ലെങ്കിൽ മറ്റാരാണ് ഏറ്റെടുക്കുക? തമാശ മട്ടിൽ ചിന്തിച്ചാൽ ഒരു ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് NTA നമുക്ക് നടത്തി തന്നു. കൂടാതെ നിങ്ങൾക്കൊരു പേനയും കിട്ടിയില്ലേ ഫ്രീ ആയിട്ട്? അത്രയും കിട്ടിയെന്ന് കരുതി മൂവ് ഓൺ ചെയ്യാം. എന്നാൽ ഇത് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്ത അനേകായിരങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാം. ഇന്നലെ രാത്രി മുതൽ മെസ്സേജുകൾ കിട്ടുന്നുണ്ട്. 8 മാസം പ്രഗ്നന്റ് ആയിട്ടൊക്കെ ഇരുന്നിട്ട് 10-100 കിലോമീറ്റർ യാത്ര ചെയ്ത് പരീക്ഷ എഴുതിയവരും, വെളുപ്പിന് 7:30 എത്താൻ വേണ്ടി 2-3 മണിക്കൂർ മുൻപ് 4 മണിക്കോ 5 മണിക്കോ ഒക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ വ്യക്തികളും, അതോടൊപ്പം തന്നെ ഒരുപാട് ദൂരം യാത്ര ചെയ്യാൻ പറ്റാഞ്ഞിട്ട് തലേന്നൊക്കെ പോയി താമസിച്ച് പരീക്ഷ എഴുതിയവരും. എനിക്ക് ഏറ്റവും വേദന ഉണ്ടാക്കിയ ഒരു കാര്യം, ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ മരണത്തിന് ശേഷം ഷാറ്റേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തി 1-2 മാസം പഠിക്കാൻ ബാക്കി നിൽക്കെ ഈ പരീക്ഷയോടുള്ള ആഗ്രഹം കൊണ്ട് പഠിച്ച് നല്ല സ്കോർ വാങ്ങിക്കുകയും ഇനിയൊരു പരീക്ഷ എന്ത് ചെയ്യണം എന്നുള്ള അങ്കലാപ്പി നിൽക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലൊക്കെ ഫോൺ കോളും മെസ്സേജും ഒക്കെ വരുമ്പോൾ നിസ്സഹായരായി പോവാണ് അധ്യാപകരും. അപ്പോൾ ഇതിൽ ഇനി ചെയ്യാൻ, ഈ നെഗറ്റിവിറ്റി എല്ലാം അവിടെ ഉണ്ടെങ്കിൽ പോലും ഇനി ചെയ്യാൻ എൻ്റെയും നിങ്ങളുടെയും മുന്നിലുള്ള കാര്യം എന്താ? കഴിഞ്ഞ തവണത്തെ പരീക്ഷയിൽ കുറേയധികം ചോദ്യങ്ങൾ തെറ്റിയിട്ടുണ്ടാവും. പല സെന്ററുകളിലും OMR ലേറ്റായിട്ട് നൽകി 10-15 മിനിറ്റ് നഷ്ടമായി പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ള തെറ്റുകൾ തിരുത്താൻ ഒരു അവസരം കിട്ടിയെന്ന് ചിന്തിക്കലാണ് നെക്സ്റ്റ് ബെസ്റ്റ് തിങ്. ഇത് സംഭവിച്ചു പോയതിനെ ഇനി തിരുത്താൻ നമുക്ക് ആർക്കും പറ്റൂ? ഒരു സെക്കൻഡ് പോലും തിരികെ പോകാനാവില്ല. ഇനി മുന്നിലോട്ടുള്ളത് എന്ത് ചെയ്യണം എന്നാണ് നമുക്ക് തീരുമാനിക്കേണ്ടത്. ഒരു കാര്യം കൂടി പറയാം, ഈ നെഗറ്റിവിറ്റിയിൽപ്പെട്ട് ഒരുപാട് പേര് ഡിസ്ഹാർട്ടൻഡ് ആയിട്ട് ഈ പരീക്ഷയെ
സീരിയസ് ആയിട്ട് എടുക്കാതെ വരുന്ന ഒരു എക്സാം ആയിരിക്കും. ഇനി അടുത്തൊരു പരീക്ഷ ഒരു 1 മന്തിനുള്ളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ വീക്ക് ഏരിയകൾ പോളിഷ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ടോപ്പ് 6%-ലും 1%-ലും എത്താനുള്ള സാധ്യത കൂടുകയാണെന്ന് ഓർക്കുക. ഇത്രമാത്രം ഞാൻ പറയാം. നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യുന്നവരാണ് അൾട്ടിമേറ്റ് ആയിട്ട് വിജയത്തിലെത്തുന്നത്. നിങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളും മൂടി വെക്കാനോ അതിനെ നെഗ്ലക്റ്റ് ചെയ്യാനോ ഒന്നുമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. 1-2 ദിവസത്തെ ബ്രേക്ക് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ എടുക്കാം. പക്ഷെ മനസ്സിനോട് എപ്പോഴും പറയുക, എൻ്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് വിജയിക്കുന്ന ഒരാളാണ് ഞാനെന്ന്. അത് നെറ്റ് പരീക്ഷ ആവട്ടെ, നിങ്ങളുടെ ജീവിതമാകട്ടെ, ആ ആറ്റിറ്റ്യൂഡ് എപ്പോഴും നിങ്ങളെ മുന്നോട്ട് നയിക്കും. അപ്പോൾ നെറ്റ് പരീക്ഷയ്ക്ക് ഇനിയും പഠിക്കാൻ, നമുക്ക് കുറച്ചുകൂടി മെച്ചപ്പെടാനുള്ള ഒരു മാസമാണ് മുന്നിലുള്ളതെന്ന് കരുതി പഠനത്തിലേക്ക് തിരിച്ചെത്തുക, ഭംഗിയായിട്ട് പഠിക്കുക. അങ്ങനെയുള്ളവരുടെ കൂടെ വിജയം 100% ഉണ്ടാവും. അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ, വീഡിയോകളും ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ അനാലിസിസും ഒക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാം. നന്നായിട്ട് പഠിക്കൂ. മികച്ചൊരു വിജയം ഉണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.